ഒടുവിൽ നിന്ന് സംഭവിച്ചിരിക്കുകയാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ വായൊന്ന് തുറന്നു, നാമൊന്ന് അനങ്ങി. അങ്ങനെ അനങ്ങുന്നതും തുറക്കുന്നതും കേരളത്തിലെ ഏതെങ്കിലും മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മുന്നിലെ മാധ്യമ സമ്മേളനത്തിലല്ല, മറിച്ച് അദ്ദേഹം എന്ത് പ്രസംഗിച്ചാലും തിരുവായ്ക്ക് എതിർവായില്ലാത്ത പാവപ്പെട്ട പാർട്ടി അണികളുടെ മുന്നിൽ പ്രസംഗ രൂപത്തിലാണ്. ആ പാർട്ടി അണികളോട് ശ്രീ പിണറായി വിജയൻ പോയി ആന ആകാശത്തുകൂടി പറക്കാറുണ്ടെന്നും ആവോലി കരയിലൂടെ ഓടാറുണ്ടെന്നും പറഞ്ഞാലും ആ സാധുക്കൾ വിശ്വസിക്കും. കാരണം അവർ പാവപ്പെട്ട പാർട്ടി അണികളാണ്. എന്നാൽ അങ്ങനെ നടത്തിയ പ്രസംഗം, ആ പ്രസംഗത്തിനകത്ത് പണ്ട് പറഞ്ഞതും പാളയിൽ കിടന്നതുമായ ഒരുപിടി കാര്യങ്ങളുണ്ട്. 1970-ലെ കാര്യം, 80-ലെ കാര്യം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ആ കാര്യങ്ങൾക്ക് മറുപടിയുണ്ട്. കൂത്തുപറമ്പിൽ RSSന്റെ പ്രവർത്തകർ അങ്ങ് മത്സരിച്ചപ്പോൾ തെരഞ്ഞെടുപ്പിൽ അങ്ങേക്ക് വേണ്ടി വോട്ട് ചോദിച്ചത്, LK അദ്വാനി അങ്ങയുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് ചോദിച്ച് പാലക്കാട് നടത്തിയ പ്രസംഗം അടക്കമുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട്. അതിലേക്ക് കടക്കുന്നില്ല. പക്ഷെ അങ്ങോട്ടുള്ള ചോദ്യം, ഈ കേരളത്തിൽ ഒരാഴ്ചക്കിടയിൽ ചർച്ച ചെയ്ത ഏതെങ്കിലും ഒരു വിഷയത്തെ പറ്റി താങ്കൾക്ക് ഇന്ന് മറുപടി ഉണ്ടായിരുന്നു? അങ്ങയുടെ തന്നെ ഭരണപക്ഷ MLA ആയ ശ്രീ PV അൻവർ അങ്ങയുടെ ആഭ്യന്തര വകുപ്പിലെ പോലീസുകാർ സ്വർണം കടത്താറുണ്ടെന്നും മരം മുറിച്ച് വിൽക്കാറുണ്ടെന്നും ബലാത്സംഗം നടത്താറുണ്ടെന്നും ഒക്കെ ഗുരുതരമായ ആക്ഷേപം ഉന്നയിച്ചതിനെ പറ്റി അങ്ങേക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല. പ്രതിപക്ഷ നേതാവിന് അങ്ങ് നാവടപ്പിക്കുന്ന മറുപടി പറഞ്ഞെന്നാ പറഞ്ഞത്. എന്താ മറുപടി? പ്രതിപക്ഷ നേതാവിന് മറുപടി ഇല്ലത്രേ. ഗംഭീരമായ മറുപടി. ഞാൻ ചോദിച്ചോട്ടെ, ഹൊസബല്ല എന്ന RSS നേതാവിനെ അങ്ങയുടെ ഏറ്റവും ട്രസ്റ്റ്വർത്തിയായ വാച്ച് ഡോഗ് ശ്രീ അജിത് കുമാർ തൃശൂരിൽ പോയി കണ്ടതും RSS നേതാവായ റാം മാധവനെ തിരുവനന്തപുരത്ത് പോയി കണ്ടതുമായ പ്രതിപക്ഷ നേതാവിന്റെ ആക്ഷേപത്തെ പറ്റി അങ്ങേക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് 4.5 വർഷക്കാലം അങ്ങും അങ്ങയുടെ സാംസ്കാരിക വകുപ്പും പൂഴ്ത്തിവെച്ചതിനെ പറ്റി, അങ്ങയെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി എടുത്തിട്ട് അലക്കിയതിനെ പറ്റി എന്തെങ്കിലും ഒരു അക്ഷരം ഉണ്ടാകുന്നുണ്ടോ? ഇല്ല. അങ്ങയുടെ തന്നെ MLA ആയ ശ്രീ മുകേഷ്, ആ മുകേഷിനെതിരായിട്ട് ലൈംഗികാധിക്ഷേപം വന്നിട്ട് അങ്ങ് സംരക്ഷിക്കുന്നതിനെ പറ്റി അങ്ങേക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല. ഇനി അങ്ങയുടെ മുന്നണിയിലെ പ്രധാനപ്പെട്ട നേതാവും അങ്ങയുടെ മന്ത്രിസഭയിലെ മുൻ മെമ്പറുമായ ശ്രീ VS സുനിൽകുമാർ, അദ്ദേഹം തൃശൂരിൽ പൂരം കലക്കി തൃശൂർ സീറ്റ് BJPക്ക് കൊടുക്കുവാൻ പോലീസ് ശ്രമിച്ചു, അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് വന്നിട്ടില്ല എന്ന ആക്ഷേപം ഉയർത്തിയതിനെ പറ്റി അങ്ങേക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എല്ലാം പോട്ടെ സാർ, തിരുവനന്തപുരത്ത് നഗരസഭാ പരിധിയിൽ 5 ദിവസക്കാലം സാധു മനുഷ്യന്മാർക്ക് ഒന്ന് കക്കൂസിൽ പോകാൻ പോലും വെള്ളമില്ലാതിരുന്നതിനെ പറ്റിയെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറഞ്ഞിട്ടില്ല. ഒന്നും പറയാനില്ലാതെ പതുവിനോട് പതിവ് പോലെ മൈക്കിനോട് തട്ടിക്കേറി നടത്തിയ അങ്ങയുടെ പ്രസംഗം, ആ പ്രസംഗം കഴിഞ്ഞിട്ട് തിരിച്ചിറങ്ങി വരുമ്പോൾ ഏതെങ്കിലും അങ്ങയുടെ പാർട്ടിയുടെ നേതാവ് CMA ഗംഭീര പ്രസംഗമായിരുന്നു എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും ചെയ്യേണ്ട, അവനെ ഇഷ്ടത്തൊട്ട് മാറ്റി നിർത്തിയിട്ട് ചെവിക്കെങ്കിലും ഒന്ന് പിടിച്ചേക്കണം. ഇന്നോവയൊന്നും ധരിപ്പിച്ചേക്കരുത്. കാരണം അവനാണ് അങ്ങയുടെ ഏറ്റവും വലിയ ശത്രു എന്ന് മാത്രം സൂചിപ്പിക്കുന്നു. ഇനിയെങ്കിലും കേരളം ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറയുമെന്ന് പ്രതീക്ഷിക്കുന്നു.